ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 44-ാം വചനം. നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുവിൻ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം കൂടെ ഞാനത് വായിക്കാം. ബൈബിൾ കൊണ്ടുവന്ന എല്ലാവരും ദയവായിട്ട് നിങ്ങൾ ബൈബിൾ തുറക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുവിൻ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം വളരെ പഠിക്കേണ്ട ഒരു അധ്യായമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഈ 9-ാം അധ്യായം യേശു കർത്താവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു പ്രധാന വഴിത്തിരിവായി നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയും. ദീർഘസമയങ്ങളായി കർത്താവ് ഗലീലയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 9-ാം അധ്യായത്തിന്റെ 50-ാം വാക്യത്തിൽ ഗലീലയിലേക്കുള്ള ശുശ്രൂഷ ഒക്കെ പൂർത്തീകരിച്ച് 9-ന്റെ 51 മുതൽ അവിടുന്ന് യെരുശലേമിലേക്ക് ശിഷ്യന്മാരുമൊപ്പം പോകുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. വഴിത്തിരിവ് എന്ന് ഞാൻ പറയുമ്പോൾ ഈ അധ്യായത്തിന് മുൻപ് വരെ കർത്താവ് പ്രസംഗിക്കുന്നുണ്ട്, രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്. എന്നാൽ 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വചനങ്ങൾ വായിക്കുമ്പോൾ കർത്താവിനെ അനുഗമിച്ച ധാരാളം ശിഷ്യന്മാരുണ്ട്. അതിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തതായി 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ 9-ാം അധ്യായത്തിലാണ് അവരെ പ്രവർത്തനത്തിന് നിയോഗിച്ച് കർത്താവ് അയക്കുന്നത്. അധികാരവും ശക്തിയും അവർക്ക് കൈമാറുന്നു. പോകുന്ന ഇടങ്ങളിൽ ദൈവരാജ്യം പ്രസംഗിക്കണം, രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം എന്ന നിർദ്ദേശമാണ് അവർക്ക് 9-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശരിക്കും ഇത് 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം യേശു ശിമോനോട് ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു എന്ന ആ വചനത്തിന്റെ, ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയുടെ ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശിഷ്യന്മാർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അവർ ചെന്ന് ശുശ്രൂഷിച്ചു. 6-ാം വാക്യത്തിൽ അവര് ഈ അധികാരവും ശുശ്രൂഷയും ഒക്കെ ചെയ്തതായിട്ട് രേഖയുണ്ട്. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മടങ്ങി വന്ന ശിഷ്യന്മാര് കർത്താവിനൊരു റിപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് 9-ാം അധ്യായത്തിൽ തുടർന്നും കർത്താവ് ഈ ശിഷ്യന്മാരെ ട്രെയിൻ ചെയ്യുകയാണ്. അധികാരവും ശക്തിയും കൊടുത്ത് ട്രെയിനിങ് പൂർത്തീകരിച്ചിട്ടില്ല, തുടർന്നും അവരെ കർത്താവ് പരിശീലിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. 9-ാം അധ്യായം നിങ്ങൾ പരിശോധിച്ചാൽ ധാരാളം തവണ കർത്താവ് ഇവരെ ഉപദേശിക്കുന്നുണ്ട്, തിരുത്തുന്നുണ്ട്, ശാസിക്കുന്നുമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ അധികാരം ലഭിച്ചിട്ടുണ്ട്, ശക്തിയുള്ളവരാണ്, പ്രവർത്തനത്തിന് അവർ കടന്നുപോയി വിജയിച്ചവരാണെങ്കിലും ധാരാളം തിരുത്തൽ അവരുടെ ജീവിതത്തിൽ, ശുശ്രൂഷയിൽ ആവശ്യമായിരുന്നു. അതൊക്കെ കർത്താവ് കൊടുക്കുന്നതായിട്ട് നമുക്ക് ഈ 9-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. നമ്മൾ ഈ വായിച്ച വാക്യം 9-ാം അധ്യായത്തിന്റെ 44-ാം വചനമാണ് ഞാൻ വായിച്ചത്.
ഇങ്ങനെ ഈ ശുശ്രൂഷയിൽ മുന്നേറുമ്പോൾ ഇവരുടെ മനസ്സ് പ്രധാന വിഷയത്തിൽ നിന്ന് ചഞ്ചലിക്കുന്നതായി, പതറുന്നതായി കർത്താവിന് ബോധ്യമായി. കർത്താവ് വളരെ ശക്തമായ ഭാഷയിൽ അവരെ തിരുത്തി പ്രധാന വിഷയത്തിലേക്ക് അവരുടെ മനസ്സ് കൊണ്ടുവരുന്ന ഒരു രംഗമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ആ വാക്യം ഒഴുകി അതിൻ്റെ ആദ്യ ഭാഗം, നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടോളുവീൻ. വളരെ ശക്തമായ ഭാഷയാണ്. എന്നിട്ടാണ് രണ്ടാം ഭാഗത്തിൽ എന്താണ് കർത്താവ് പറയാൻ താല്പര്യപ്പെട്ടത്? കർത്താവിന്റെ മരണത്തെക്കുറിച്ചാണ്, ക്രൂശിനെ കുറിച്ചാണ്. പ്രധാന കാര്യം വിട്ട് അവരുടെ മനസ്സൊരു പ്രത്യേക സാഹചര്യത്തിൽ പതറുന്നതായി, ഡിസ്ട്രാക്റ്റഡ് ആകുന്നതായി കർത്താവിന് ബോധ്യം വന്നിട്ട് മെയിൻ കാര്യം ക്രൂശാണ്. മെയിൻ കാര്യം കർത്താവിന്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പുമാണ് എന്ന വിഷയം അവരെ ഒന്ന് ശക്തിയോടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഭാഗമാണ്. ആ വാക്ക് നിങ്ങൾ നോക്കിക്കേ, ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടുള്ളൂ. മറ്റൊരു തർജ്ജിമയിൽ ഈ വാക്കുകൾ നിങ്ങളുടെ ചെവിയിൽ ആഴ്ന്നിറങ്ങട്ടെ. ഗൗരവമുള്ള വാക്കാണ്, വിട്ടുപോകരുത് ഈ വാക്കുകൾ. ഈ വാക്കുകൾ നിങ്ങളുടെ ചെവിയിൽ വയ്ക്കുക. ശരിക്കും ഈ ഭാഷാ പ്രയോഗത്തിന്റെ അർത്ഥം, നിങ്ങൾ ഏറ്റവും ജാഗ്രതയോടെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. സകല പ്രസംഗികളും ഇതേറ്റെടുക്കണം, എല്ലാ സഭയും ഇതേറ്റെടുക്കണം, എല്ലാ കുടുംബങ്ങളും എല്ലാ വിശ്വാസിയും ഇതേറ്റെടുക്കേണ്ട കാര്യമാണ്. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റുന്ന, ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ളവരോട് ഇന്ന് രാത്രിയിലും ദൈവപുത്രന് പറയാനുള്ളത് ശ്രദ്ധിച്ചു കേൾക്ക്. നമ്മൾ നമ്മുടെ മക്കളോടും ഒക്കെ വീട്ടിൽ നമ്മൾ പറയാറുണ്ട്, ഇങ്ങോട്ട് ശ്രദ്ധിക്കടാ, അതുപോലെയുള്ള ഒരു പ്രയോഗം. പക്ഷെ ഇത് പ്രയോഗം പറയുന്നതാരാണ്? ഞാൻ അല്പസമയം മുമ്പ് എൻ്റെ മനസ്സിലൂടെ ചിന്ത പോയി. ദൈവത്തിന്റെ പുത്രൻ, ദൈവം മനുഷ്യനായി, പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യൻ, അവിടുന്ന് പറയുകയാണ് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഗൗരവമുള്ള വാക്കാണ്. ശരിക്കും ഇതൊരു കൽപ്പനയായിട്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്. മനപ്പാടമാക്കുവാൻ തന്നെ ഇതിനകത്ത് അർത്ഥമുണ്ട്. അത്ര ഗൗരവമുള്ളതാണ്. സാഹചര്യങ്ങൾ നിമിത്തം യേശുവിന്റെ പ്രധാന സന്ദേശത്തിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോയ ശിഷ്യഗണങ്ങളോട് കർത്താവ് അടിയന്തരമായി കൽപ്പനാരൂപത്തിൽ പറയുന്ന വാക്കുകളാണ്. ശിഷ്യന്മാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്? 44 വാക്യത്തിന്റെ രണ്ടാം ഭാഗം, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇതേ കാര്യം തന്നെ മത്തായി എഴുതുമ്പോൾ 17 അധ്യായത്തിന്റെ 22 വാക്യത്തിന്റെ രണ്ടാം ഭാഗവും 23 വാക്യത്തിന്റെ ആദ്യ ഭാഗവും, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു, അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ ഇതുകൂടെ വായിക്കാൻ കാരണം, ലൂക്കോസ് 9:44 വാക്യത്തിന്റെ രണ്ടാം ഭാഗത്തിൽ അത് വളരെ സംക്ഷിപ്തമായിട്ടാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. അല്പം കൂടെ വിശദീകരിച്ച് മത്തായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കൃത്യമായും കർത്താവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുമാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർ മനസ്സിലാക്കണം, പ്രധാന വിഷയം ഇതാണ്. രോഗശാന്തിയെക്കാളും ഭൂതത്തെ പുറത്താക്കുന്നതിനേക്കാളും ആഹാരമുണ്ടാകുന്നതിനേക്കാളും കടഭാരം മാറുന്നതിനേക്കാളും എന്തിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഷയമാണ്. അപ്പോൾ
ഒരു കൺഫ്യൂഷനും ആ കാര്യത്തിൽ വേണ്ട. യേശു രോഗികളെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. കർത്താവിന്റെ ശുശ്രൂഷയിൽ നടന്നിട്ടുണ്ട്. പുതിയ നിയമ സഭയിലും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഭൂതം യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകും. അതിനകത്ത് നമുക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെയൊക്കെ സംഭവിക്കണം. എന്നാൽ ഇതിനേക്കാൾ എല്ലാം വലിയ വിഷയമാണ് യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ യാഗമരണം. അവിടുന്ന് മരിച്ചു, അവിടുന്ന് അടക്കപ്പെട്ടു, 3-ാം ദിവസം കല്ലറകളെ ഭേദിച്ചുകൊണ്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം കഴിഞ്ഞ് അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. അവിടുന്ന് ഇന്നും ജീവിക്കുന്നു എന്നുള്ള സന്ദേശമാണ് ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നമ്മളോട് ഇടപെടുവാനുള്ളത്. ഇത് കർത്താവ് രണ്ടാമത് പറയുന്ന മരണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ്. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ, ഒന്ന് പഠിക്കാൻ, ഇതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ഏത് സാഹചര്യത്തിൽ കർത്താവ് ഇത് ശിഷ്യന്മാരോട് പറഞ്ഞു? പശ്ചാത്തലം രണ്ടായി നമുക്ക് ചിന്തിക്കാം. വിശാലമായ പശ്ചാത്തലമുണ്ട്, ഏറ്റവും അടുത്ത പശ്ചാത്തലമുണ്ട്. വിശാലമായ പശ്ചാത്തലം 18-ാമത്തെ വാക്യത്തിലാണ് തുടങ്ങുന്നത്. 18 മുതലുള്ള വാക്യത്തിൽ നമുക്കറിയാവുന്ന ഒരു സംഭവമാണ്. ഫിലിപ്പിന്റെ കൈസറിയയിൽ കർത്താവ് ശിഷ്യന്മാരും ഒപ്പമുണ്ട്. യേശു സ്വകാര്യമായി പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാര് കൂടെയുണ്ട്. ശിഷ്യന്മാരോട് 2 ചോദ്യമാണ് കർത്താവ് ചോദിക്കുന്നത്. ഒന്ന്, പുരുഷാരം എന്നെ ആർ എന്ന് പറയുന്നു. അവരതിന് മറുപടി പറയുന്നുണ്ട്. അതിന് 19-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവര് അതിന് മറുപടി പറയുന്നുണ്ട്. ഈ പുരുഷാരം എന്ന് പറയുന്നത് ഇവരങ്ങനെ സമർപ്പിക്കപ്പെട്ടവരൊന്നുമല്ല. കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ കണ്ട് അവർ കർത്താവിനെ ഒരു ഘട്ടം വരെ അനുഗമിച്ചവരാണ്. എന്നാൽ ശിഷ്യത്വത്തിലേക്ക് വന്നവരല്ല. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും അവർക്കില്ല. അവരുടെ ത്രിൽ എന്ന് പറയുന്നത് ഈ അത്ഭുതങ്ങൾ കാണുക എന്നുള്ളതാണ്. അപ്പൊ കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു? 19-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ എന്നും ചിലർ ഏലിയാവെന്നും മറ്റു ചിലർ പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റു എന്നും പറയുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. ഈ പുരുഷാരം അത്ഭുതം കണ്ടിട്ടുണ്ട്. ഇവർ 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് പുരുഷാരത്തെ പോഷിപ്പിച്ചു. ഇതെല്ലാം അനുഭവിച്ചവരാണെങ്കിലും യേശുവിന്റെ കൃത്യമായ വ്യക്തിത്വത്തെ കുറിച്ച് അവർക്ക് വേണ്ട നിലയിൽ അറിവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഒരു പ്രവാചകൻ മാത്രമാണ്. എന്നിട്ട് കർത്താവ് 20-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ ശിഷ്യന്മാരോട് വളരെ വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അവൻ അവരോട്, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന്, ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന നമ്മളോട് ഈ ചോദ്യം ഉന്നയിച്ചാൽ നമ്മൾ എന്തു മറുപടി പറയും? ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയുന്നതിലാണ് നമ്മുടെ നിത്യത ഉറപ്പുവരുത്തുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മറുപടിയായി 20-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ ദൈവത്തിന്റെ ക്രിസ്തു എന്ന പത്രോസ് ഉത്തരം പറഞ്ഞു. ഇതും ലൂക്കോസ് എഴുതുമ്പോൾ വളരെ സംക്ഷിപ്തമായിട്ടാണ് എഴുതുന്നത്. മത്തായിയുടെ സുവിശേഷം 16:16 നമുക്കറിയാം. വളരെ വിശാലമായി മത്തായി അത് എഴുതുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ഈ പുരുഷാരം പറയുന്നതെല്ലാം ഈ ശിഷ്യന്മാര് കേൾക്കുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ എന്ന് ചിലരും, ചിലരെ ഏലിയാവെന്നും, ചിലര് പുരാതന പ്രവാചകന്മാർ, ഇതൊക്കെ ഈ ശിഷ്യന്മാർ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് പത്രോസ് എടുത്തു പറയുന്നത്. ശരിക്കും ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് പത്രോസ് എന്ന് പറയുന്നത്. അവരുടെ ഒരു സ്പോക്സ് പേഴ്സണായി പത്രോസ് പറയാണ്, അവര് പറയുന്നത് പോലെയല്ല, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. മത്തായി ഇത് എഴുതുമ്പോൾ കർത്താവിനെ ശ്ലാഘിച്ചുകൊണ്ട് പറയുന്നു, ജഡരക്തങ്ങളല്ല പിതാവ് ഇത് നിനക്ക് തന്ന ഒരു വെളിപ്പാടാണ്.
ഇന്ന് രാത്രിയിൽ യേശുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് അറിയാമെന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കേവലം ഒരു മതം നേതാവല്ല, കേവലം ഒരു സദ്ഗുരു മാത്രമല്ല, അവിടുന്ന് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരം ഉയർത്തി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. അത് വെളിപ്പെട്ട് കിട്ടണം. വെളിപ്പാടാണ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കല്ലേ. കണ്ണടച്ചപ്പോൾ ഏതോ കാര്യം കണ്ടതിനെ അല്ല ഇവിടെ പറയുന്നത്. ഉൾക്കണ്ണ് തുറന്ന് അവർക്കൊരു കാര്യത്തിന് ബോധ്യം വന്നു. പത്രോസ് പറയാണ്, ഈ മുന്നിൽ നിൽക്കുന്ന നസ്രയനായ യേശു കേവലം മനുഷ്യനല്ല, മനുഷ്യവേഷത്തിൽ കാണുന്ന ഈ വ്യക്തിത്വം സാക്ഷാൽ ദൈവമാണ്, ദൈവമയച്ച മസ്സയാണ്. അതാണ് വെളിപ്പാട്. നിങ്ങൾ നോയിക്കേ, ബഹുജനം പറയുന്നത് വേറൊന്നാ. അവരും അത്ഭുതം കണ്ടു, അവരിൽ പലരും സൗഖ്യവുമായി, അവർ അത്ഭുതകരമായി കിട്ടിയ അപ്പം കഴിച്ചു. ഉൾക്കണ്ണ് തുറന്നില്ല. അവർ പാരമ്പര്യത്തിൽ നിന്നു. റബിമാർ പറഞ്ഞത് കേട്ട് അവിടെ തളയ്ക്കപ്പെട്ടു നിന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഉൾക്കണ്ണ് തുറന്ന് ഹൂ ഈസ് ജീസസ്, യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ വെളിപ്പാടുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. അതുകൊണ്ടാണ് പാരമ്പര്യങ്ങളെ ലംഘിച്ച്, റബിമാരുടെ ഉപദേശങ്ങളെ ലംഘിച്ച്, മറ്റു പല കാര്യങ്ങളും വിട്ടിട്ട് വേർപെട്ട കൂട്ടായ്മയിലേക്ക് ഇറങ്ങി തിരിച്ചത് ഒരു വെളിപ്പാടാണ്. വെളിപ്പാടുണ്ടെങ്കിലേ തിരിക്കാവൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാ. ചുമ്മാതെ കയറി വന്നവരൊക്കെ ഉണ്ട്, കൂട്ടത്തിൽ പാട്ടുമായിട്ടൊക്കെ വന്നവരുണ്ട്. പ്രിയരെ, വിശ്വാസത്തിൽ നിലനിൽക്കത്തില്ല. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ മറുപടിയാണ് പത്രോസ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പശ്ചാത്തലം പറയുകയാണ്. 44-ാം വാക്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അടിയന്തരമായി കർത്താവ് ഇത് ശ്രദ്ധിക്കുക. എന്ത് ശ്രദ്ധിക്കണം? ഞാൻ മരിക്കാൻ പോവുകയാണ്, അതായത് ക്രൂശിതനാകാൻ പോവുകയാണ്. അതിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്ന ചില വിഷയങ്ങൾ ഉണ്ടായി. അത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ 18-ാം വാക്യം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ 2-3 കാര്യങ്ങളാണ് നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. എല്ലായിടത്തും ഇവർ പതറുകയാണ്. ഈ വെളിപ്പാട് പറഞ്ഞു കഴിഞ്ഞാൽ 21-ാം വാക്യത്തിൽ കർത്താവ് ഒരു കാര്യം പറയുന്നു. നമ്മൾക്ക് അതിശയം തോന്നും. ഇതാരോടും പറയരുതെന്ന് അവൻ അവരോട് അമർച്ചയായിട്ട് കൽപ്പിച്ചെന്നു. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ, ഇത് മനുഷ്യരല്ല നിനക്കിത് പറഞ്ഞു തന്നത്, ഇത് വെളിപ്പാടാണെന്ന് കർത്താവ് തന്നെ സർട്ടിഫൈ ചെയ്തതാണ്. പക്ഷെ പിന്നെന്താ ഇങ്ങനെ പറയുന്നത്? ഇതാരോടും പറയരുതെന്ന് അവൻ അവരോട് അമർച്ചയായിട്ട് കൽപ്പിച്ചു. ശരിക്കും ഇതല്ലേ പറയേണ്ടത്? പ്രിയരെ, ഞങ്ങൾക്ക് വെളിപ്പാട് കിട്ടിയിരിക്കുന്നു. യേശു മശിഹയാണ്. യഹൂദരെല്ലാം മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്ക് മശിഹായെ കുറിച്ചുള്ള റെഫറൻസുകൾ അറിയാം. യഹൂദ മതയനുസാരികളെല്ലാം വളരെ തീവ്രമായി മശിഹ വരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ ഇവർക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു, തേണ്ട നസ്രേന യേശു ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ആളാണ്, ദൈവം അയച്ച അഭിഷക്തൻ. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞ് കർത്താവ് പറയാൻ മിണ്ടണ്ട, ഈ കാര്യം ആരോടും പറയരുത്. നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ്? കാരണം ഏറ്റവും നല്ല സമയം, ദൈവത്തിന്റെ വചനം, ഈ കർത്താവിന്റെ വെളിപ്പാട് പറയാൻ നല്ല പറ്റിയ ഒരു സമയമാണ്. കർത്താവ് പറയാണ് പറയണ്ട. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ അമർച്ചയായിട്ട് കൽപ്പിച്ചത്? ഇതിന്റെ ഈ പശ്ചാത്തലം 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ കാരണം നമുക്ക് ബോധ്യമാവും. ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് 22-ാം വാക്യത്തിൽ
നമ്മൾ 44-ാം വാക്യത്തിൽ 2-ാം തവണ ക്രൂശിനെ കുറിച്ച് പറഞ്ഞു. ഇത് 1-ാമത്തെ തവണ പറയുകയാണ്. ശ്രദ്ധിച്ചത് കേൾക്കണം. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്ക വേണം എന്ന് പറഞ്ഞു. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ 22-ാം വാക്യത്തിലെ ഈ വെളിപ്പാട് അവരെ സംബന്ധിച്ചോളം ഷോക്കിംഗ്. ഫിലിപ്പിന്റെ കൈസരയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ് ചോദിച്ച ചോദ്യത്തിന് കൃത്യ മറുപടി പറഞ്ഞു. അവിടുന്ന് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. കർത്താവ് പറഞ്ഞത് വെളിപ്പാടാണ്. എന്നിട്ട് പറയും ഇത് മിണ്ടണ്ട. എന്തുകൊണ്ട് മിണ്ടണ്ട? അന്ന് മുതലാണ് കർത്താവ് അവിടുന്ന് കഷ്ടാനുഭവങ്ങൾ അനുഭവിക്കാൻ പോകുന്നു, ക്രൂശിതനാകാൻ പോകുന്നു, നിന്ദിക്കപ്പെടാൻ പോകുന്നു, ഉപദ്രവിക്കപ്പെടാൻ പോകുന്നു എന്ന് അവർക്ക് വെളിപ്പെടുത്തുന്നത്. യഹൂദന്മാരുടെ മശിയ സങ്കല്പം അതല്ല, ശിഷ്യന്മാരുടെയും അതല്ല. യേശുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് അവർക്ക് വെളിപ്പാടുണ്ട്, അവിടുന്ന് മശിയായ. പക്ഷെ മശിയായുടെ മിഷനെ കുറിച്ച്, ശുശ്രൂഷയെ കുറിച്ച് വേണ്ട നിലയിൽ അവർക്ക് അറിയത്തില്ല എന്നതുകൊണ്ട് കർത്താവ് പറഞ്ഞ മിണ്ടണ്ട. കാരണം അവര് സുവിശേഷം പറയാൻ പോയാൽ ഭൗതികം തരുന്ന ഒരു മശിയായെ മാത്രമേ അവർ അവതരിപ്പിക്കത്തുള്ളൂ. നിങ്ങള് മത്തായിയുടെ സുവിശേഷം 16 ഇപ്പോൾ ഞാൻ വായിച്ച 22-ാം വാക്യത്തിന്റെ പാരലൽ പാസേജ് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് പത്രോസ് പ്രതികരിച്ചത് ഓർമ്മയുണ്ടോ? ഒരിക്കലും നിനക്കിത് സംഭവിക്കരുത്. കഷ്ടങ്ങൾ അനുഭവിക്കുന്ന, ക്രൂശിതനാകുന്ന ഒരു മശിയ, നോ, അതല്ല ഞങ്ങളുടെ സങ്കല്പം. കുട്ടിക്കാലം മുതൽ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ സൺഡേ സ്കൂൾ മുതൽ അവരെ പഠിപ്പിച്ച് വെച്ചേക്കുന്നത് മശിയ ഉറപ്പായിട്ട് വരും. മശിയ ഒരു പട്ടാള മേധാവിയായിരിക്കും. മശിയ വന്നാൽ നമ്മളെ ഭരിക്കുന്ന റോമൻ സാമ്രാജ്യത്തെ അട്ടിമറിച്ച് ദാവീദിന്റെ സിംഹാസനത്തിലിരുന്ന് യെരുശലേമിൽ നിന്ന് വാഴും, അവിടുന്ന് അക്ഷരീകമായ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കും എന്ന ഒരു സങ്കല്പമാണ് കുട്ടിക്കാലം തൊട്ടവരുടെ മനസ്സിലിട്ടിരിക്കുന്നത്. അപ്പോഴാണ് മശിയ എന്ന് ഏറ്റു പറഞ്ഞ കർത്താവ് പറയുന്നത്, ഞാൻ മരിക്കാൻ വേണ്ടി യെരുശലേമിൽ പോവുക, ഞാൻ നിന്ദിക്കപ്പെടും, ഞാൻ ക്രൂശിതനാകും. പത്രോസ്, മത്തായി വെളിപ്പെടുന്നത് അത് സഹിക്കാൻ കഴിയത്തില്ല. നോ, ഒരിക്കലും നിനക്ക് അങ്ങനെ പറ്റരുത്. കർത്താവ് തിരിഞ്ഞവനെ ശാസിച്ചു, പോ സാത്താനെ. ഓർമ്മയുണ്ടോ? എന്താണ് ഇതിനകത്തെ ദൂത്? പ്രധാന കാര്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. യഹൂദന്മാർക്കൊരു ഭൗതിക രാജ്യം വേണം. ഇന്ന് യേശുവിനെ വിളിക്കുന്നത് എല്ലാവർക്കും വേണ്ടതെന്താ? ഇപ്പോഴത്തെ കാര്യം പ്രസംഗികളിട്ട് നമ്മളെ നൃത്തം ചെയ്യുന്നതല്ല. എന്ത് വിഷയത്തിലാ? ഈ ഭൗതിക കാര്യം, പിള്ളേരുടെ അഡ്മിഷൻ, പിള്ളേരുടെ കല്യാണം, പിള്ളേരുടെ വിദേശയാത്ര, മുഴുവൻ ഇതിനകത്തല്ലേ കൈയടി. പ്രധാന വിഷയം എന്താണ്? അപ്പൊ ഇത് വളരെ നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് മനസ്സിലാക്കണം. അപ്പൊ എന്താ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കൊച്ചിനെ UK അയക്കാൻ പോകണ്ടെന്നാണോ? അല്ല, അത് പോകട്ടെ. കല്യാണം കഴിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, കഴിക്കട്ടെ. ഇതെല്ലാം ഉണ്ട്. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ ചിലർ പിന്നെ അങ്ങ് കൈ വിശാലമാക്കും. എങ്ങനെ? അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. അങ്ങനല്ല വേദോസം പറയുന്നത്. മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ നമ്മുടെ ആവശ്യങ്ങളെ അവൻ നിറവേറ്റും. അതുണ്ട്. പക്ഷെ ശ്രദ്ധിക്കണം, മുൻപേ എന്താ? മുൻപേ എന്താ? മുൻപേ ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ ഭരണം. മുൻപേ എന്താ? മശിയായുടെ ദൗത്യം, ക്രൂശ്. മുൻപേ എന്താ? അവൻ പ്രൈസ് ദി ലോർഡ് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. മുൻപേ 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 there is priority. നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു പ്രേരണയുണ്ടെങ്കിൽ ഇന്ന് സഭകളിൽ എന്താണ് നടക്കുന്നത്? ഡിസ്ട്രാക്റ്റഡ് ആയി പോയില്ലേ? രക്ഷിക്കപ്പെട്ടവരാ, കർത്താവിനെ അനുഗമിക്കാൻ ഇറങ്ങി തിരിച്ചവരാ.
ഒരു 30-35 വർഷമായി നമ്മളെ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുകയാണ്. അത് കിട്ടും, ഇത് കിട്ടും, ഇന്ന് രാത്രി കിട്ടും, നാളെ രാത്രി കിട്ടും. 21 ഇരുന്ന് 40 ഇരുന്ന് 40 പേര് വരും. എല്ലാരും പറയുന്ന അന്ന് കിട്ടുമെന്നാ. എന്നിട്ട് എന്ത് കിട്ടി? ഇതൊന്നും വേണ്ടതല്ല. ഭൗതിക വിടുതലില്ലേ? ഉണ്ട്. ഏറ്റവും വലിയതെന്താ? ആ വലിയതിൽ നിന്ന് മനസ്സിന്റെ ചിന്തകളെ മാറ്റുന്ന ഈ ഭൗതികം ഉണ്ട്. അതാണ് ശിഷ്യന്മാർക്ക് പറ്റിയത്. നോ, ഇങ്ങനൊരു മെസ്സിയായെ ഞങ്ങളുടെ സങ്കല്പത്തിലില്ല. പത്രോസ് ധൈര്യം കാട്ടുക, നിനക്കത് സംഭവിക്കരുതെന്ന്. കർത്താവ് അവനെ ശാസിക്കുക. ക്രൂശ് പ്രധാനമല്ലാത്ത എല്ലാ പ്രസംഗവും, അത് ലോക്കൽ സഭയിലാകട്ടെ, കൺവെൻഷൻ ആകട്ടെ, ജീസസ് അല്ല പ്രധാന വിഷയമെങ്കിൽ, ക്രൂശിതനായ ക്രിസ്തു അല്ല പ്രധാന വിഷയമെങ്കിൽ, എന്തോ സാരമായ പെശകുണ്ട്. പ്രസംഗികൾക്കെല്ലാം അങ്ങ് സ്ട്രെസ്സാ. എന്താ? നിങ്ങളിങ്ങനെ ശാന്തമായിട്ടിരുന്ന് അവർക്ക് എന്താ മെസ്സേജ് വരത്തില്ല. അതുകൊണ്ട് കൈ അടിച്ച് ആരാധിക്കണം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളിങ്ങനെ ശാന്തമായിട്ട് ഇരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആരാധിച്ചില്ലെങ്കിൽ അവർക്ക് ദൂത് വെളിപ്പെടത്തില്ലെന്ന്. അങ്ങനെയല്ല, പ്രാർത്ഥിച്ചൊരുങ്ങി വരണം അതിന്. ഇതൊക്കെ ഈ കേരളത്തിൽ വ്യാപകമായി പറയുന്ന കുറെ കാര്യങ്ങളാണ്. നിങ്ങൾ ദൈവവചനത്തിലേക്ക് പ്രിയരെ മടങ്ങി വാ. പെന്തക്കോസ്തിനോടുള്ള എൻ്റെ സന്ദേശം, മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വാ. ദൈവത്തിന് പെന്തക്കോസ്തിനെ എടുത്ത് ഉപയോഗിക്കാൻ കഴിയും. ഉണർവ് ദൈവത്തിന് അയക്കാൻ കഴിയും. അതിന്റെ ഒന്നാമത്തെ പടി മാനസാന്തരപ്പെട്ട് മനസ്സ് തിരിഞ്ഞ് ദൈവത്തിന്റെ വചനത്തിലേക്ക് വാ. വചനത്തിൽ എന്താണ് പ്രാധാന്യമുള്ളത്, അതിന് പ്രാധാന്യത കൊടുക്കുക. യേശുവിനെ കാണുന്നത് ഇപ്പൊ കുറെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അല്ല. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. കൂടെ ഇറങ്ങി തിരിച്ചാൽ കുടിക്കാനുള്ളതും കഴിക്കാനുള്ളതും ധരിക്കാനുള്ളതും അവിടുന്ന് തരും. പക്ഷെ അതിനു വേണ്ടിയല്ല. ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ഇപ്പൊ എടുക്കണ്ട. ഈ 9-ാം അധ്യായത്തിന്റെ 57 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. ഒരുത്തൻ വന്ന് കർത്താവിനോട് പറഞ്ഞു, ഗുരു, നീ എവിടെ പോയാലും ഞാൻ കൂടെ വരാമെന്ന്, അനുഗമിക്കാം. കർത്താവ് ഒരു മറുപടി പറഞ്ഞു, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. കുറുനരികൾക്ക് കൂടും, ആകാശത്തിലെ പറവകൾക്ക് അവർക്ക് കൂടുണ്ട്, മനുഷ്യപുത്രന് തല ചായ്പാൻ. എന്ന് പറഞ്ഞാൽ വീടിന്റെ വല്ലതും പ്രശ്നമായിട്ടാണോ എൻ്റെ അടുക്ക വരുന്ന? വീട് കിട്ടുമെന്നും കണ്ടാണോ? എടാ, എനിക്ക് തല ചായ്പാൻ ഇടമില്ല. പിന്നെ അവനെ ആ വാർഡി കണ്ടിട്ടില്ല. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? യേശു വീട് തരത്തില്ലയോ? ആവശ്യമെങ്കിൽ യേശു ഒരുക്കും. പ്രധാന കാര്യം അതല്ല. യേശു ആര്? അവിടുത്തെ ദൗത്യം എന്താ? ക്രൂശ് എന്താണ്? ക്രൂശിൽ എന്താണ് സംഭവിച്ചത്? ഇതിപ്പോ നല്ല ശതമാനം ബെന്തിക്കോസുകാർക്ക് അറിയത്തില്ല. യൗവന തലമുറയ്ക്ക് അതാണ് പറ്റിയത്. ചിലരൊക്കെ തത്ത പറയുന്ന പോലെ ഏതൊക്കെയോ കാര്യങ്ങൾ പറയും. എന്താണെന്ന് കൂടുതൽ ചോദിച്ചാൽ അവർക്കതിന് മറുപടിയില്ല. പ്രിയരെ, നാം അപകടത്തിലാണ്. അപകടത്തിലാണ്. ദൈവവചനം മനസ്സിലാക്കുവാൻ, ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ ഞാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് ആഹ്വാനം തരിക. 22-ാമത്തെ വാക്യത്തിലാണ് ഒന്നാമത് കർത്താവ് അവിടുത്തെ മരണത്തെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ശിഷ്യന്മാർക്ക് തുടർന്ന് മെശിയായെക്കുറിച്ചുള്ള അവിടുത്തെ ശുശ്രൂഷയെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാകണം. അതിന് കർത്താവ് പറയാണ്, ഇപ്പൊ ഇത് പോയി എന്നും പറയണ്ട, നിങ്ങൾക്ക് കുറച്ചുകൂടെ ട്രെയിനിങ് ആവശ്യമാണ്. അതാണ് ആ സമയം മുതൽ 22-ാം വാക്യം മുതൽ കർത്താവ് അവിടുത്തെ മരണത്തെക്കുറിച്ച് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അവർക്കിപ്പോൾ ധാരണയുണ്ടെങ്കിലും കർത്താവിന്റെ മുഴുവൻ വിഷനെ കുറിച്ച് അവർക്കൊരു ധാരണയുമില്ല. അവർക്കൊരു ക്ലിയർ ഐഡിയ ഇല്ല. അങ്ങനെ അർദ്ധസത്യങ്ങളുമായി പകുതി സുവിശേഷമായി പോയാൽ നാട്ടുകാരെ മുഴുവൻ കുഴപ്പത്തിലാക്കും. അവർക്ക് ആ കൂടെ അറിയാവുന്ന രോഗം സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും.
ഇത് മാത്രം പറഞ്ഞ് അവർ നടക്കും. കർത്താവ് അവരെ അതുകൊണ്ട് തിരുത്തുകയാണ്. അപ്പോൾ ഒന്നാമത് ഞാൻ നിങ്ങളോട് പശ്ചാത്തലത്തിൽ നിന്ന് മുന്നോട്ട് വെക്കുന്നത്, വെളിപ്പാട് പറഞ്ഞ ശിഷ്യന്മാർക്ക് ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച്, യാഗമരണത്തെക്കുറിച്ച്, ക്രൂശ് മരണത്തെക്കുറിച്ച് വേണ്ട അറിവില്ലാഞ്ഞത് കൊണ്ട് നിങ്ങൾ ഇപ്പോൾ മശിയാണെന്ന് ആർക്കും വെളിപ്പെടുത്തണ്ട എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അവർക്ക് ഈ പ്രധാന വിഷയത്തെക്കുറിച്ച് അറിവ് വേണ്ട നിലയിൽ ഇല്ല. രണ്ടാമത് പശ്ചാത്തലത്തിൽ നിന്ന് 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ എൻ്റെ മുൻപിൽ ഇരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും വളരെ പരിചയമുള്ള വേദഭാഗമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, അവിടെയും പ്രാർത്ഥിക്കാനായിട്ടൊരു മലയിൽ പോവുകയാണ്. മറുരൂപ മലയുടെ അനുഭവമാണ് പ്രാർത്ഥിക്കാനായി. 9:18 ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുന്ന് പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്. ഇവിടെ മറുരൂപ മലയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. 12 ശിഷ്യന്മാരിൽ 3 പേര് കർത്താവിൻ്റെ കൂടെ ഉണ്ട്. യോഹന്നാന്, പത്രോസ്, യാക്കോബ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയ 29-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. 29-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, അവൻ ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. ശരിക്കും ആ മിന്നുന്ന എന്ന വാക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. മിന്നൽ പോലെ തിളങ്ങുന്ന ഒരു പ്രകാശത്തെ വിവരിക്കുന്ന വാക്കാണ് മിന്നൽ. മാനുഷിക വാക്കുകൾ കൊണ്ട് അതിന്റെ മുഴുവൻ അർത്ഥത്തെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിയത്തില്ല. എന്താണ് അപ്പൊ ഇവിടെ നടക്കുന്നത്? ഫിലിപ്പ് ലേഖനം 2:7 നമുക്കറിയാം, വേഷത്തിൽ അവിടുന്ന് മനുഷ്യനായി വിളങ്ങിയെന്ന്. ശരിക്കും ഈ മനുഷ്യവേഷം, മനുഷ്യനായി ക്രിസ്തുവിൻ്റെ ആ ശരീരത്തിൽ നിന്ന് അവിടുത്തെ ദിവ്യത്വത്തിന്റെ പ്രഭ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അല്പം ഒന്ന് പുറത്തോട്ട് വന്ന ഒരു ശ്രേഷ്ഠമേറിയ അനുഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യേശു പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ പോലായിരുന്നു ചില ശിഷ്യന്മാര്, അവർ ഉറങ്ങി ആദ്യം, പക്ഷെ പിന്നെ അവർ എഴുന്നേറ്റപ്പോഴാണ് ഈ മഹത്വം അവര് കാണുന്നത്. മറ്റൊരു കാഴ്ച അവിടേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. 30-31 വാക്യം, മോശയും ഏലിയാവും കർത്താവിനോട് ഈ മഹത്വത്തിൽ നിന്ന് സംസാരിക്കുന്നതായി ഈ ശിഷ്യന്മാർ ഉറക്കം എഴുന്നേറ്റ് കണ്ടു. എന്താ അവരുടെ ടോപ്പിക്? അവിടെ നോക്കി എഴുതിയിട്ടുണ്ട്, അവൻ യെരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ഇതൊരു യാദൃച്ഛിക സംഭവമല്ല. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന മോശയും ഏലിയാവും ദൈവത്തിന്റെ പുത്രനോടുള്ള സംഭാഷണത്തിൽ യെരുശലേമിൽ ചെന്ന് അവിടുന്ന് മരിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് സംഭാഷിക്കാന്ന് പറഞ്ഞാൽ, ദൈവം ഇതെല്ലാം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അല്ല യാദൃച്ഛമായി ഇങ്ങനെ പെട്ടെന്ന് ആരോ വന്ന് പിടിച്ചു അങ്ങനെ കർത്താവിനെ ക്രൂശിച്ചു എന്ന് ധരിക്കരുത്. ആളുകൾ വന്നു, പിടിച്ചു, ചിലർ ഒറ്റിക്കൊടുത്തു, ഇതൊക്കെ ശരിയാണെങ്കിലും ഞാൻ പിന്നീടത് വിശദീകരിക്കാം. ഇത് മുഴുവനും പിതാവാം ദൈവത്തിന്റെ പ്ലാനിലാണ് നടക്കുന്നത്. അപ്പൊ ഇത് യേശുവിന്റെ മരണം ദൈവത്തിന്റെ നിത്യ പദ്ധതിയുടെ പൂർത്തീകരണമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇതങ്ങോട്ട് കഴിയുമ്പോൾ 33-ാം വാക്യം, അവിടെയും പത്രോസാണ് പ്രതികരിക്കുന്നത്. പത്രോസും യോഹന്നാനും യാക്കോബും മാത്രമേ ഉള്ളൂ. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ, അതായത് മോശ ഏലിയാവും, പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്, ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നതെന്ന് അറിയാതെ പറഞ്ഞു. എന്തായി പറയുന്നത്?
താഴ്വരയിലേക്ക് പോകണ്ട, ഒരു കഷ്ടപ്പാടിനും പോകണ്ട. ഈ മഹത്വത്തിൽ നമുക്കിവിടെ ഇരിക്കാം. എന്താ ഉദ്ദേശം? പത്രോസിന്റെ മനസ്സ് ഡൈവേർട്ടഡായി. യേശുവിനെ കഷ്ടാനുഭവങ്ങളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. ക്രൂശ് വേണ്ട, ക്രൂശ് വേണ്ട, നിര്യാണം വേണ്ട, കഷ്ടപ്പാട് വേണ്ട, നമുക്കിവിടെ സന്തോഷമായിട്ടിരിക്കാം. ഒരു സംഭവം അവിടെ നടന്നു. നോക്കി, അതിന്റെ 35-ാം വാക്യം. പിതാവാം ദൈവം അതിനകത്ത് ഇടപെടുന്നു. മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീനെന്ന് ഒരു ശബ്ദം ഉണ്ടായി. ശരിക്കും 9:44 ദൈവത്തിന്റെ പുത്രനായ യേശു അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം പോലെ തന്നെ പിതാവാം ദൈവം അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് അവരെ തിരുത്തുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്ക. പ്രിയരേ, സത്യമായ സുവിശേഷത്തിലേക്ക് നമുക്ക് മടങ്ങി വരണം. എവിടെയെങ്കിലും തിരുത്തപ്പെടാനുണ്ടെങ്കിൽ കർത്തൃദാസന്മാരെ, ദൈവസഭകളെ, ഇന്ന് രാത്രിയിൽ തീരുമാനമെടുത്തുകൊണ്ട് പോകണം. നാം തിരുത്തപ്പെടണം. ക്രൂശിനെ വിട്ട്, യേശുവിനെ വിട്ട് കേവലം ഭൗതിക കാര്യം മാത്രമാണ്, ഇന്നത്തെ താൽക്കാലിക സുഖ സൗകര്യം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയുള്ള ഒരാത്മീകതയാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ എവിടെയോ നമ്മൾ പാളിപ്പോകുകയാണ്, എവിടെയോ നമ്മൾ തെറ്റിപ്പോകുകയാണ്. കാതലായി നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടത് ദൈവത്തിന്റെ സ്നേഹം, യേശുവിന്റെ സ്നേഹമാണ്. ഹൃദയത്തിന്റെ സിംഹാസനത്തിന് മേൽ യേശു ഇരിക്കട്ടെ, അവിടുന്ന് വാഴട്ടെ. Glory to Jesus. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ പോവാ. എന്താണ് വിഷയം? അടിയന്തരമായി കർത്താവ് പറയാണ്, ഇത് ശ്രദ്ധിക്ക. എന്ത് ശ്രദ്ധിക്കണം? അവിടുന്ന് മരിക്കാൻ പോവുകയാണ്. ക്രൂശ് മരണത്തിന്റെ വിഷയം ശ്രദ്ധിക്കുക. അവരുടെ മനസ്സ് പതറുന്ന എന്തോ കാര്യം, പ്രധാന വിഷയത്തിൽ നിന്ന് അവർ മാറുന്നു. 18 മുതലുള്ള വാക്യങ്ങളിൽ വെളിപ്പാട് കിട്ടിയവരോട് പറയാം, വേണ്ട ഇപ്പൊ പറയണ്ട. അതിന്റെ കാര്യം എന്താ? പ്രധാന കാര്യത്തെക്കുറിച്ച് അവർക്ക് അറിവില്ല. പ്രധാന കാര്യം അവതരിപ്പിക്കുമ്പോൾ പത്രോസ് പറയാ, ഇത് നിനക്ക് ഒരിക്കലും, അങ്ങനെയുള്ളവര് പോയി എന്ത് സുവിശേഷം പറയും? രണ്ടാമത്തെ കാര്യം, മറുവമലയിൽ മഹത്വം കണ്ടവരാണ്. മഹത്വം കണ്ടവർക്കും വേണ്ട നിലയിൽ കാര്യം അറിയത്തില്ല. ഇന്ന് ഒത്തിരി പേര് മഹത്വം എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നുണ്ട്. മഹത്വം പറയുന്നവർക്കും ക്രൂശും കഷ്ടതയുടെയും കർത്താവിനെ കുറിച്ചുള്ള പൂർണ്ണ അറിവ് ഇല്ല. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ വായിച്ച 44-ാം വാക്യത്തിന്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്. മറുപമലയിലെ അനുഭവങ്ങൾ കഴിഞ്ഞ അടുത്ത ദിവസം യേശു കർത്താവ് 3 ശിഷ്യന്മാരും കൂടെ താഴ്വരയിലേക്ക് ഇറങ്ങുക. താഴ്വരയിൽ 9 ശിഷ്യന്മാരുണ്ട്. അവിടെ ഒരു വലിയ പ്രശ്നം നടക്കുക. പ്രശ്നം ഇതാണ്: ഒരു പിതാവ് അദ്ദേഹത്തിന്റെ ഏക മകനെ ഇവരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവന് ഭൂത ഉപദ്രവമാണ്. 9 ശിഷ്യന്മാർ, ശ്രദ്ധിക്കണം, 1-2 വാക്യങ്ങളിൽ അധികാരവും ശക്തിയും ലഭിച്ചവരാണ്. 6-ാം വാക്യത്തിൽ ശുശ്രൂഷ ചെയ്തവരാണ്. ഇവർ പക്ഷെ നിസ്സഹായരായി മാറി താഴ്വരയിൽ. അതാണ് രംഗം. ആഹക്കൂടെ കൺഫ്യൂഷനായി. 9 പേര് അവര് ശ്രമിച്ചു, അവിടെ ഒന്നും നടക്കുന്നില്ല. ആ രംഗത്തിലേക്കാണ് യേശു 3 ശിഷ്യന്മാരുമായി മറുപമലയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. 39-ാം വാക്യത്തിൽ ഈ ഭൂതം ആ കുട്ടിയെ ഉപദ്രവിക്കുന്നതിന്റെ ഒരു ചെറിയ വിവരണം. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവെ നിലവിളിക്കുന്നു, കാറിക്കൂവുക അങ്ങ്. അതവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു. അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. ഇതാണ് അനുഭവം. പക്ഷെ ഇവർ നിസ്സഹായരാ. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. 41-ാം വാക്യത്തിൽ കർത്താവിന്റെ ഒരു വിശദീകരണമുണ്ട്. അതിന് യേശു, അവിശ്വാസവും കോട്ടയുമുള്ള തലമുറയിൽ എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഇരുന്ന് നിങ്ങളെ സഹായിക്കും. മത്തായി 17:20
അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമത്രേ. ആ മത്തായി 17:21 രണ്ടാം ഭാഗം, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല. അപ്പൊ അവര് ശരിക്കും എഫർട്ട് ഇട്ടതാ. അവർ ഈ ശുശ്രൂഷയുടെ പരിചയത്തിൽ പല പരിപാടികൾ നോക്കി തോറ്റു നിൽക്കുക. കാര്യം എന്താ? പണ്ടത്തെ പോലുള്ള പ്രാർത്ഥന ഉപവാസവും ഇല്ല. ഇപ്പൊ പരിചയത്തിന്റെ വെളിച്ചത്തിലാണ് ആട്ടും ഫൽസനവും ഇതെല്ലാം. പണ്ടത്തെ പോലെയുള്ള വിശ്വാസമില്ല. ഞങ്ങൾക്ക് ഏതാണ്ട് സാധിക്കുമെന്നുള്ള ചിന്ത ഒരു പക്ഷെങ്കിൽ അറിയാതെ കയറിക്കാണും. ഈ രംഗത്തിലാണ് കർത്താവ് വരുന്നത്. 41 വാക്യത്തിന്റെ രണ്ടാം ഭാഗം, യേശു പിതാവിനോട് പറയാൻ, നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക എന്ന് ഉത്തരം പറഞ്ഞു. 42 വാക്യം, അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു, ബാലനെ സൗഖ്യമാക്കി അപ്പനെ ഏൽപ്പിച്ചു. ഇതെല്ലാരും കണ്ടു നിൽക്കുക. ഒരു സൈഡിൽ പുരുഷാരമുണ്ട്, ഒരു സൈഡിൽ കുഴഞ്ഞു നിൽക്കുന്ന ശിഷ്യന്മാരുണ്ട്. ഇവര് എത്ര മണിക്കൂർ നോക്കി കാണും, ഒന്നും നടന്നില്ല. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ കർത്താവ് പറയുന്നു. അധികാരവും ശക്തിയും ദൈവശക്തിയുടെ അസാധാരണ വ്യാപാരമുണ്ടായി. പോകത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന ദുഷ്ടശക്തി ഒറ്റ നിമിഷം കൊണ്ട് വിട്ടുമാറുന്ന കാഴ്ചയാണ്. അപ്പൊ ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു അത്ഭുതം അതിന് കുറെ സ്വാധീനമുണ്ടായി. അതാണ് 43 വാക്യം. 43 വാക്യം രണ്ടായിട്ട് നമ്മൾ കാണാം. ആദ്യ ഭാഗം 42 തുടർച്ചയായിട്ടും 43 രണ്ടാം ഭാഗം 44 ചേർന്ന് കിടക്കുക. ഈ 43 വാക്യം അറിയത്തില്ലെങ്കിൽ യേശു ഇത്ര ശക്തമായി ശ്രദ്ധിച്ചു കേൾക്ക് എന്ന് പറയുന്നത് എന്തിനാണ് നമുക്ക് മനസ്സിലാകില്ല. 43 വാക്യം, എല്ലാവരും ദൈവത്തിന്റെ മഹിമയെങ്കിൽ വിസ്മയിച്ചു. അതാണ് ആദ്യ ഭാഗം. ഞാൻ രണ്ടാം ഭാഗം കൂടെ വായിക്കാം. യേശു ചെയ്യുന്നതിലൊക്കെയും എല്ലാവരും ആശ്ചര്യപ്പെടുമ്പോൾ, മൂന്നാം ഭാഗം, അവൻ തന്റെ ശിഷ്യന്മാരോട്, ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പൊ ആദ്യത്തെ ഭാഗം എല്ലാവരും ദൈവത്തിന്റെ മഹിമയെങ്കിൽ വിസ്മയിച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. നമ്മളെ കാര്യമായ കാര്യം പറയുന്നതിനിടയ്ക്ക് അശ്രദ്ധമാക്കുന്ന പല വിഷയങ്ങൾ വരും. ഇങ്ങോട്ട് കംപ്ലീറ്റ് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം. ദൈവത്തിന്റെ മഹിമ, ആ മഹത്വം മറുരൂപമലയിൽ യോഹന്നാനും യാക്കോബും പത്രോസും ഇത് കണ്ട. താഴ്വരയിലും ദൈവത്തിന്റെ മഹത്വം. ഭൂതത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ കുട്ടിയെ പൂർണ്ണമായി സ്വതന്ത്രമാക്കുക. ഇത് പുരുഷാരം മുഴുവനും കണ്ടു, ഇത് ശിഷ്യന്മാരും കണ്ടു. ദൈവത്തിന്റെ മഹത്വം കർത്താവിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ടു വരുന്നു. അവർ വിസ്മയിച്ചു എന്നൊരു പദപ്രയോഗം. എന്താ ഇതിന്റെ അർത്ഥം? നാടൻ മലയാളം പറയാം, അന്തം വിട്ടുപോയത്. ഒത്തിരി പയറ്റിയതാണ് ഈ ശിഷ്യന്മാർ. ഒരു വ്യത്യാസം ഉണ്ടായില്ല. ഇതൊരൊറ്റ വാക്കുകൊണ്ട് കർത്താവ് അതിനെ പുറത്താക്കുകയാണ്. സ്റ്റബേണായി നിൽക്കുന്ന ഒരു ഡീമൻ അന്തം വിട്ടുപോയി. ദൈവത്തിന്റെ മഹത്വം ഈ ശുശ്രൂഷയിൽ അവർ കാണുക. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിതാവാം ദൈവത്തിന്റെ കരത്തിൽ ഒരു ഉപകരണം എന്നതുപോലെ യേശു കർത്താവ് അവിടുത്തെ മനുഷ്യപ്രകൃതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മക്കേവർക്കും ഒരു നല്ല മാതൃകയാണ്. നമ്മുടെ ശുശ്രൂഷയിൽ മഹത്വമെടുക്കേണ്ടത് ഒരു പാസ്റ്ററോ പ്രസംഗിയോ ഒന്നുമല്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് ശുശ്രൂഷകളിൽ മഹത്വമെടുക്കേണ്ടത്. അത് പ്രവചന ശുശ്രൂഷ ആയിക്കോട്ടെ, അത് രോഗസൗഖ്യമായിക്കോട്ടെ, ഭൂതത്തെ പുറത്താക്കുന്ന ആയിക്കോട്ടെ, പ്രസംഗമായിക്കോട്ടെ, എല്ലാറ്റിലും ഒരു ഉപകരണം എന്നതുപോലെയാണ് ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി ദൈവസഭ നമ്മൾ ഏവരും ഏൽപ്പിക്കപ്പെടേണ്ടത്. കർത്താവ് അതിന് നല്ല മാതൃകയാണ്. 43 വാക്യത്തിന്റെ രണ്ടാം ഭാഗം ശ്രദ്ധിക്കണം.
യേശു ചെയ്യുന്നതിൽ ഒക്കെയും എന്നൊരു പ്രയോഗം. ആദ്യം ഞാൻ പറഞ്ഞു, ഈ ഭൂതത്തെ പുറത്താക്കിയ ആ വിഷയത്തിൽ അവർ അന്തം വിട്ടു നിൽക്കുക. They were amazed. ഈ പ്രയോഗം യേശു ചെയ്യുന്നതിൽ ഒക്കെയും എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം പരിമിതപ്പെടുത്തരുത്. ഭൂതത്തെ പുറത്താക്കിയത് മാത്രമല്ല, ഗലീലയിൽ യേശു ധാരാളം രോഗികളെ സൗഖ്യമാക്കി, ധാരാളം ഭൂതങ്ങളെ പുറത്താക്കി. കാലാവസ്ഥയുടെ മേൽ ദൈവത്തിന്റെ കരം വന്നു. കർത്താവിന്റെ അധികാരവും അവിടുത്തെ ശക്തിയും നാട്ടുകാർ മുഴുവനും കണ്ടതാണ്. അതിലൊക്കെയും എന്നൊരു പ്രയോഗം. അതിലൊക്കെയും എല്ലാവരും ആശ്ചര്യപ്പെടുമ്പോൾ, നാട്ടുകാരും ശിഷ്യന്മാരും എല്ലാവരും, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ദൈവശക്തിയുടെ വ്യാപാരമാണ് അവരുടെ കണ്ണിന്റെ മുൻപിൽ നടക്കുന്നത്. ഇന്നത്തെ രോഗസൗഖ്യം പോലൊന്നും അല്ല പ്രിയരെ. ഉണന്തനെ നടന്നൊന്ന് നോയിക്കേ, അപ്പൊ അവൻ 2 സ്റ്റെപ്പ് എടുത്ത് പിന്നെയും താഴെ വീണ് പിന്നെയും പൊക്കുന്ന, അതൊന്നും അല്ല. ഇപ്പൊ കാണാമോ? നേരത്തേതിലും കാണാം. അതൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. പട്ടപ്പകൽ ദൈവശക്തിയുടെ വ്യാപാരം. മാനുഷികമായി നിവൃത്തിയില്ലവർക്ക്, ഇതിനെ തള്ളിക്കളയാൻ കഴിയത്തില്ല. അവർക്ക് സ്പഷ്ടമായി കാണുകയാണ്. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. മാനുഷികമായി വിശദീകരിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തിയുടെ പ്രദർശനം. 3-ാം ഭാഗത്തിൽ ഈ സാഹചര്യത്തിലാണ് അവൻ തന്റെ ശിഷ്യന്മാരോട്, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രധാന കാര്യം വിട്ടു. എന്താ കാര്യം? ഈ അത്ഭുതമുണ്ട്, നേരത്തെ നടന്ന പല അത്ഭുതങ്ങളുണ്ട്. ഇതിലെല്ലാം ജനം ഇളകി നിൽക്കുകയാണ്. യേശു മശിയാണെന്ന് ജനം ഇതുവരെ ഏറ്റുപറഞ്ഞിട്ടില്ല. അത് ശിഷ്യന്മാർക്ക് മാത്രം അറിയാമെങ്കിലും ശിഷ്യന്മാർ ഇതിനകത്ത് മതി പറന്നു പോകുകയാണ്. ജനമെല്ലാം ഇളകി നിൽക്കുന്നു. 9-ാം അധ്യായത്തിന്റെ 11 മുതൽ 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് പോഷിപ്പിക്കുന്ന സമയത്ത് ആ അടയാളം കഴിഞ്ഞ് യോഹന്നാൻ 6:14-15 വാക്യം പറയുന്നത്, ജനമെല്ലാം കൂടി ഇവനെ നമുക്ക് രാജാവാക്കണം. ശിഷ്യന്മാരെ വേഗത്തിൽ കർത്താവ് അയക്കുന്നു. യേശു ഒരു മലയുടെ മുകളിൽ പോയി പ്രാർത്ഥിക്കുന്ന അനുഭവം നമുക്കറിയാം. ജനമിളകുന്ന കണ്ടപ്പോൾ ഇവരുടെ അടിത്തട്ടിൽ, ശിഷ്യന്മാരുടെ അടിത്തട്ടിൽ കിടക്കുന്നത് ഭൗതിക രാജ്യം വെളിപ്പെടും. അതിനിടയ്ക്ക് യേശു മരിക്കുമെന്നൊക്കെ പറയുന്ന ശിഷ്യന്മാർക്ക് ഉൾക്കൊള്ളത്തില്ല. ഇത്ര അധികാരവും ശക്തിയുമുള്ള ഇവനെ കൊല്ലാൻ ആർക്ക് കഴിയും? ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. ജനമെല്ലാം ഇളകി നിൽക്കുമ്പോൾ ഇവരും അറിയാതെ ആ ഇളക്കത്തിന്റെ കൂട്ടത്തിലായി എന്ന് കർത്താവിന് മനസ്സിലായിക്കൊണ്ട് അടിയന്തരമായി പറയാ, ശ്രദ്ധിക്കാം. ഭൗതിക കാര്യമാണ് പലപ്പോഴും നമ്മളെ, അത് ജനുവിനായിരിക്കാം, യേശു ചെയ്ത കാര്യമാണ്. ഭൂതത്തെ പുറത്താക്കരുതെന്നൊരു വാദമല്ല ഇവിടെ പറയുന്നത്. അതിനേക്കാൾ വലുതാണ് കാൽവറി. എന്താ കാരണം? അവിടെയാണ് ഈ ഭൂതങ്ങളുടെ തലവനെ തളയ്ക്കുന്നത്. ഏറ്റവും വലുത് ജീസസിന് ക്രൂശാണ്. അവരെ അതിലേക്ക് കൊണ്ടുവരികയാണ്. ക്രൂശിതനാകണം, അടക്കപ്പെടും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കണം. അതിനപ്പുറത്തൊന്നുമില്ല. അതാണ് വലിയ മെയിൻ മെസ്സേജ്. അതാണ് യേശുവിന്റെ മിഷന്റെ പ്രധാനപ്പെട്ട വിഷയം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം പ്രധാനമായിട്ട് എന്താണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് യേശുവിനെ വിശ്വസിച്ചത്? എന്താണ് നിങ്ങൾ ക്രൂശിൽ കണ്ടത്? എവിടെയാണ് പാളിച്ച പറ്റിയത്? ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ജനത്തോട് ഞാൻ പറയാം, വിശ്വാസത്തിൽ തന്നെയാണോ നിങ്ങളെന്ന് ഈ രാത്രി ശോധന ചെയ്യണം. ഞാൻ തീർത്ത് നിങ്ങളോട് പറയാം പ്രിയരെ, പെന്തക്കോസ്തിലായതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടാകരുത്. ഒരുപാട് ആളുകൾ ചിന്തിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. CA ആയി എനിക്ക്
ക്രൈസ്റ്റ് അംബാസിഡേഴ്സിൽ ട്രോഫി കിട്ടി. ട്രോഫി കിട്ടിയോണ്ടല്ല. ഞാൻ ക്യാമ്പിൽ പോയി അതുകൊണ്ടല്ല. മാസയോഗത്തിന് ഞാൻ അവിടെ ഉണ്ട്. എന്താണ്? യേശുവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഒരു മതത്തിന്റെ ഭാഗമായതുകൊണ്ടോ ഒരു പള്ളിയുടെ ഭാഗമായതുകൊണ്ടോ ഓട്ടോമാറ്റിക്കായി സ്വർഗത്തിൽ എത്തിയെന്ന് തെറ്റിദ്ധരിക്കരുത്. വ്യക്തിപരമായി പിതാവാം ദൈവവുമായി യേശു ക്രിസ്തുവിലൂടെയുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ? ക്രൂശ് നിങ്ങൾക്ക് എന്ത് ചെയ്തു? യേശുവിന്റെ കഷ്ടാനുഭവങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു? പ്രസംഗികൾക്കും പറയാനുള്ളത്, ഇപ്പൊ വല്ലതും കിട്ടും, ബാ ഓടിപ്പാ, ഇപ്പൊ വല്ലതും കിട്ടും. നടുവിന് വേദനയുള്ള 3 പേരുണ്ട്. 3 അല്ല, മിക്കവാറും ഉള്ളതെല്ലാം ഇപ്പൊ നടുവേദനയൊക്കെയാണ്. ഇതൊക്കെയാണ് വലിയ വിഷയം. അപ്പൊ നടുവേദന മാറണ്ടേ പാസ്റ്ററെ? മാറണം. നടുവേദന മാത്രമല്ല, എല്ലാ വേദനയും മാറണം. പക്ഷെ അതിനേക്കാൾ വലിയ സംഭവമുണ്ട്. കർത്താവിന് പറയാനുള്ളത് ഞാനൊന്ന് വ്യാഖ്യാനിച്ച് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം. ഇവരിന്ന് ഈ സദസ്സ് ഇളകി നിൽക്കുകയാണ്. അവിടുത്തെ വ്യക്തിത്വത്തെ കുറിച്ച് ഇവർക്ക് കൃത്യമായ വെളിപ്പാടില്ലാത്തവരാണ് പുരുഷാരം. ഇവർ ഇന്ന് വലിയ കരഘോഷവും വലിയ നിലയിൽ കർത്താവിനെ ഒത്തിരി പുകഴ്ത്തുക ഒക്കെ ചെയ്യും. നാളെ ഇവർ ക്രൂശിക്ക എന്ന് പറഞ്ഞ് കാല് മാറുന്നവരാണ്. ഇവർ വെളിപ്പാടില്ലാത്തവരാണ്. വെളിപ്പാടില്ലാത്തവന്റെ പുറകെ വെളിപ്പാട് കിട്ടിയവൻ പോയാൽ ഭയങ്കര അപകടമാണ്. യേശുവിന് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്ക. പ്രധാന വിഷയം പ്രധാനമായിട്ട് തന്നെ വെക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് ഇന്ന് രാത്രി രോഗസൗഖ്യം തരട്ടെ. നിങ്ങളുടെ വീടുകളിൽ എല്ലാം അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. പക്ഷെ അതിനേക്കാൾ വലിയ സംഭവമുണ്ട്. നിത്യത. യേശു വന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യരാശിയുടെ പാപത്തിന് പരിഹാരമായി നമുക്ക് പകരക്കാരനായി അവിടുത്തേക്ക് യാഗമായി തീരണം. അത് മാറ്റിവെച്ചുള്ള അത്ഭുതങ്ങൾ നിത്യതയിൽ എത്തിക്കത്തില്ല. അവൻ തന്റെ ശിഷ്യന്മാരുടെ ഈ തീഷ്ണമായ മശൈക പ്രതീക്ഷകൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതെന്താ? ഇടഹാളല്ല ഇളകി നിൽക്കുക. 5 അപ്പവും 2 മീനും കൊണ്ട് ആളുകളെല്ലാം കൂടെ ഇളകി അത്ഭുതം നടന്നപ്പോ നമുക്ക് കർത്താവിനെ രാജാവാക്കണം. ഉടനെ കർത്താവ് പറയാം, വണ്ടി വിട്ടോളാൻ. അവരിൽ ചിലര് ബെത്സൈദക്കാരാ. നമുക്കൊരു ഡയലോഗ് ഉണ്ടെന്താ? നിന്നിച്ച ഇടത്ത് മാനിച്ചെന്ന്. ബെത്സൈദയിൽ അത്ഭുതം നടന്ന് യേശുവിനെ രാജാവാക്കാൻ പോകുമ്പോൾ നാട്ടുകാരുൾപ്പെടെയുള്ള ശിഷ്യന്മാരോട് പറയും, 1 സെക്കൻഡ് ഇവിടെ നിന്ന് പോലെ വണ്ടി വിട്ടോളാൻ. നമ്മളെങ്ങനെയാ പറയുന്നത്? നിന്നിച്ചെടുത്ത് തന്നെ ദൈവം മാനിക്കും. നസ്രയത്തിൽ നിന്ന് 2 തവണ കർത്താവിനെ അവർ കൈക്കൊള്ളാതെ ആദ്യത്തെ തവണ കൊല്ലാൻ ഭാവിച്ചെന്നാ. അങ്ങനെയാണെങ്കിൽ എന്താ? നസ്രയത്തിൽ തന്നെ മാനിക്കണം. ഇതൊക്കെ നമുക്ക് കൈയടിപ്പിക്കും അവർ. ഇതൊക്കെ പറഞ്ഞ് ഡയലോഗ് ഇട്ട് കൈയടിപ്പിക്കും. ക്രൂശ് വിട്ടു പോകരുത്. യേശുവിനെ വിടരുത്. യേശു വന്നത് എന്തിനാണ്? യാഗമായി തീരാൻ. യേശുവിന്റെ പ്രധാന വിഷയം എന്താണ്? മെസ്സേജ് എന്താണ്? അത് ശ്രദ്ധിക്ക. നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടുവീൻ. അപ്പൊ ഈ പുരുഷാരത്തിന്റെ ഒക്കെ അറ്റൻഷൻ കിട്ടിയപ്പോഴേ അറിയാതെ തെറ്റിദ്ധരിക്കപ്പെട്ടവരായി ശിഷ്യന്മാർ മാറാൻ സാധ്യതയുള്ളത് കണ്ട് കർത്താവ് അവരുടെ ശ്രദ്ധ തിരിച്ച് പിടിക്കുകയാണ്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് 1-2 ചോദ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യാൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ക്രൂശിക്കപ്പെടാൻ, കർത്താവ് മരിക്കാൻ ഏൽപ്പിക്കപ്പെടാൻ പോകുകയാണ്.
ആരാണ് കർത്താവിനെ ഏൽപ്പിച്ചത്? അവിടെ നമുക്കതിന് മറുപടിയില്ല. എന്നാൽ വേദപുസ്തകത്തിൽ മറുപടിയുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം, പ്രധാന വിഷയത്തിലേക്ക് വരികയാണ്. ആരാണ് യേശുവിനെ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? മാനുഷികമായി പറഞ്ഞാൽ അതിന്റെ പിൻപിൽ മൂപ്പന്മാരുടെ കരമുണ്ട്. മാനുഷികമായി പറഞ്ഞാൽ അതിന്റെ പിന്നിൽ മഹാപുരോഹിതന്മാരുടെ കൈയുണ്ട്, യഹൂദന്മാരുടെ കൈയുണ്ട്, യൂദസിന്റെ കൈയുണ്ട്. ഇങ്ങനെ ധാരാളം ആളുകളുടെ കൈ ഉണ്ട്. പീലാത്തോസിന്റെ കൈയുണ്ട്. മാനുഷികമായി ചിന്തിച്ച് അത് വളരെ വിശദീകരിക്കേണ്ടതാണ്. എന്നാൽ സമയ ചുരുക്കത്താൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ മാനുഷികമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ആത്യന്തികമായി ദൈവം തന്നെയായിരുന്നു യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തത്. നന്നായിട്ടത് മനസ്സിലാക്കണം. യേശു ക്രൂശിതനാകാൻ ഏൽപ്പിച്ചു കൊടുത്തത് ആര്? മാനുഷിക തലത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ആത്യന്തികമായി പിതാവാം ദൈവമാണ് പുത്രനെ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. എങ്കിൽ അതല്ലേ പ്രധാനപ്പെട്ട ദൂത്. ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 23-ാം വാക്യം. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും, വാക്കിന്റെ അർത്ഥം പ്രീ ഡിറ്റർമിൻഡ് പ്ലാൻ, ദൈവം തമ്പുരാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ്. സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും, ഫോർ നോളജ്, ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ആത്യന്തികമായി ദൈവത്തിന്റെ കരമാണ് നമ്മൾ കാണുന്നത്. യേശുക്രിസ്തുവിന്റെ മരണം എത്ര പ്രധാനപ്പെട്ടതാണ് പ്രിയരെ, എത്ര പ്രധാനപ്പെട്ടതാണ്. അതിന്റെ പിൻപിൽ ആത്യന്തികമായി ദൈവത്തിന്റെ കരമാണ്. വേറെ വാക്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം ദൈവം അക്ഷരാർത്ഥത്തിൽ യേശു കർത്താവിനെ കൊന്നു കളഞ്ഞു എന്നതല്ല. ഇതിന്റെ അർത്ഥം യഹൂദന്മാരുടെയും റോമാക്കാരുടെയും കൈകളാൽ അവനെ കൊല്ലുവാൻ ദൈവം തമ്പുരാൻ, പിതാവാം ദൈവം അനുവദിച്ചു. ഒരു വാക്യം അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 18-ാം വാക്യം. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടമനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാർ മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. അടുത്ത വാക്യം നിങ്ങൾ ഇതൊന്നും കേട്ടില്ലേലും എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങോട്ട് നോക്കാതെ ഇത് വലിയ കാര്യം പറയുകയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് യോഗം നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. കാരണം നമ്മുടെ അറ്റൻഷൻ സ്പാനൊക്കെ വളരെ കുറവാണ്. ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ മെസ്സേജ് നമുക്ക് മനസ്സിലാകത്തില്ല, രക്ഷിക്കപ്പെടാൻ ഒക്കത്തില്ല. അയ്യോ ഞങ്ങൾ സ്നാനപ്പെട്ടവരാന്നല്ലോ. സ്നാനപ്പെട്ട് കാണും, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? കുറെ നാൾ മുമ്പ് സ്നാനപ്പെട്ട അന്യഭാഷ പറയുന്ന ഒരാൾ ഞങ്ങളുടെ ചർച്ചയിൽ വന്ന് രക്ഷിക്കപ്പെട്ടു. പ്രിയരെ, നിങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നും അല്ലേ? എത്രയോ പേരെ സ്നാനപ്പെട്ട് കഴിഞ്ഞേച്ച് രക്ഷിക്കപ്പെടുന്നു. ഇതാണ് ഇന്ന് പറ്റിയിരിക്കുന്നത്. ഞാൻ എവിടെ പോയാലും മെസ്സേജിന് മാറ്റമില്ല. എനിക്കിപ്പോ നിങ്ങളുടെ എല്ലാം കൈയടി കിട്ടിയിട്ട് എനിക്കതാണ്ട് കിട്ടാൻ പോകുന്നു. ഞാൻ നിങ്ങളെ എല്ലാം കൂടെ വേറൊരു മണ്ഡലത്തിലാക്കി. എന്നിട്ട് എനിക്ക് എന്നാ കിട്ടാന്? ആകേണ്ട മണ്ഡലം ഇതാ. പുസ്തകം ശരിക്കും മനസ്സിലായി രക്ഷിക്കപ്പെടും നമ്മളും നമ്മുടെ തലമുറയും. ഓ ദൈവം മാനിച്ചു, മോന് CAക്ക് അഡ്മിഷൻ കിട്ടി. ചെറുക്കൻ ഗുണപ്പെട്ടവനല്ലെങ്കിൽ, രക്ഷിക്കപ്പെട്ടവനല്ലെങ്കിൽ നരകത്തിൽ പോ നിന്റെ പൊന്നുമോൻ. മനസ്സിലാക്കി ഗൗരവം. ഇതെല്ലാം ഭൗതികമായി പോയി. സ്റ്റെത്തസ്കോപ്പ് ഇട്ട് രാജസ്ഥാനിൽ നിൽക്കുന്നത് കാണുന്നു. ഓ എന്താ മിഷനറി ഡോക്ടറാ? ഓ രക്ഷിക്കപ്പെട്ടോ? പിന്നാട്ടി മിഷൻ പ്രവർത്തനം. ആത്മരക്ഷ വളരെ ഗൗരവമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യൗവനക്കാരെല്ലാം ശ്രദ്ധിച്ചോണം. മാതാപിതാക്കളുടെ പാസ്റ്ററാണ്, സെൻട്രൽ പാസ്റ്റർ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നീ രക്ഷിക്കപ്പെട്ടോ?
അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം നോക്കിയ ദൈവത്തിന്റെ കരം. യെരൂശലേം സഭ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാർത്ഥമായി കൂടിയിരുന്നു കൊണ്ട് ആത്മനിറവിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. 27-28 വാക്യം. നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹേരോദാവും പൊന്തോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. 28-ാം വാക്യം ശ്രദ്ധിക്കണം. സംഭവിക്കണം എന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. സത്യം, അല്ലാതൊന്നും ചെയ്തിട്ടില്ല. നീ നിശ്ചയിച്ചതാണ് യേശുവിന് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം. മറ്റ് കാര്യങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് പ്രധാന കാര്യത്തിലേക്ക് തിരിയുക. സ്തോത്രം. ശക്തിയും അധികാരമുണ്ട്, വെളിപ്പാടുമുണ്ട് യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, ഐഡന്റിറ്റിയെക്കുറിച്ച്. അവരോടാണ് കർക്കശമായിട്ടുള്ള കൽപ്പന കർത്താവ് കൊടുക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം ഇന്ന് രാത്രി. ഞാൻ ഈ പള്ളിയിലാണ് പോകുന്നത്, കുഴപ്പമൊന്നുമില്ല, നല്ല ആരാധന. നല്ല ആരാധനയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണോ? ആരാധനയുടെ ഓഡിയൻസ് ദൈവമാണ്. ദൈവമല്ലേ നമ്മുടെ ആരാധന വിലയിരുത്തേണ്ടത്. നമുക്കാരും അധികാരം തന്നത്? ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ആത്മീയത വളരെ ശുഷ്കിച്ച അനുഭവത്തിൽ പോകുകയാണ്. കമ്മിറ്റി കൂടുമ്പം അവിടുത്തെ നമ്മുടെ ഈ വലിയ ആത്മീയന്റെ അന്നേരത്തെ ഭാവം മട്ടും ഒക്കെ കണ്ടാൽ കൈയൊക്കെ അങ്ങ് മടക്കുകയല്ലോ. എന്തിക്കോതൊക്കെ ഞാനങ്ങ് മാറ്റി വെക്കുമെന്ന്. അയ്യോ. പിന്നെ സകലവിധമായ പാർട്ടി യോഗവും ഉണ്ട് അല്ലേ? ഇതെല്ലാം എന്നിട്ട് വാനമേഘ വിശുദ്ധരെ ചേർക്കുവാനായി നീ എങ്ങോട്ട് പോകും? കർത്താവ് വരും, ഉറപ്പാണ്. ഗുണപ്പെടാത്ത ബന്ധിക്കോസുകാരൻ അടുത്ത ഞായറാഴ്ചയും പോയി യോഗം കൂടും. മനസ്സിലായോ? പ്രിയരെ, രക്ഷപ്പെട്, രക്ഷപ്പെട്. പ്രധാന വിഷയത്തിലേക്ക് വാ. യേശു അവരെ തിരുത്തുകയാണ്. അതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ ചോദിച്ച ചോദ്യം. ആരാണ് മനുഷ്യപുത്രനെ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? ഉത്തരം, മനുഷ്യർ പലരുണ്ടെങ്കിലും ആത്യന്തികമായി പിതാവാം ദൈവമാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 10-ാം വാക്യം കൂടെ വായിച്ച് ഞാൻ ആ ഭാഗം വിടാം. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. 53, യെശയ്യാ 53 മെസ്സിയാനിക് പാസേജ് ആണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷയ്ക്ക് 700-800 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിക്കുകയാണ്. അയ്യോ, ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ രാത്രി പ്രവാചകൻ വന്നപ്പം എന്ത് കണ്ടു? കാർമേഘ മടലം വീഴി അങ്ങോട്ട് നീങ്ങിയാൽ നിനക്കൊരു വീസ 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 പോലെ വെളിപ്പെടുന്നു. ഇങ്ങനുണ്ട്. ഇത് കേൾക്കാനായി ഇഷ്ടം. പക്ഷെ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്കി. ഒന്നുകൂടെ എങ്ങോട്ട് നോക്കണം? എത്ര പേരുടെ പൈസയാണെന്നറിയോ പാവങ്ങളുടെ പോകുന്നത്? പോകണം നിങ്ങളുടെ പൈസ. ഇത് കേൾക്കാൻ നടക്കുന്നതുകൊണ്ട് പോകണം. ഞാനൊരു കാര്യം പറയാം. പുതിയ നിയമത്തിൽ പ്രവാചകനുണ്ട്. കൂലി കൊടുത്ത് കൊണ്ടുവരണ്ട. ആർക്കെങ്കിലും നിയോഗമുണ്ട് ദൂത് പറയാനാണ് നിന്റെ വീട്ടിൽ വന്ന കാര്യം പറഞ്ഞു. അത് നിന്റെ പേഴ്സലല്ലിരിക്കുന്നത് ദൂത്. മനസ്സിലായോ? തീർത്തു എന്നോട് പറയും. പണ്ടൊരിക്കൽ ഒരു പ്രവാചകനെ കണ്ടു. ഒരച്ചാന്റെ മേത്ത് കൈവച്ച് പറഞ്ഞു ഒരു സഭയിൽ, നീ ഒരു സൂത്രക്കാരനാണ്. കറക്റ്റ് ദൂത്. സ്വത്രം വേണോ? ആ പ്രവാചകന്റെ നമ്പർ വല്ലോ? വേണ്ട വേണ്ട വേണ്ട. വിസ വിസ. ഇവിടാണ് നമുക്ക് തെറ്റ് പറ്റിയത്. ചെറിയ കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങൾ, പ്രധാന വിഷയത്തിൽ നിന്ന് നമ്മുടെ മനസ്സ് മാറ്റി നോക്ക്. യെശയ്യാ പ്രവചകൻ പറയുന്നത്, എന്നാൽ അവനെ തകർക്കുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവനവന് കഷ്ടം വരുത്തി. റോമാലേഖനം 8:32 നിങ്ങൾക്കെല്ലാം അറിയാം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ പിതാവാം ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നു. ഞാൻ സമയ ചുരുക്കത്താൽ ഒരു ചോദ്യത്തിനോട് മറുപടി പറഞ്ഞ് ഞാൻ അങ്ങ് ഇരിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ കാര്യം മനസ്സിലാക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 22-ന്റെ 22-ാം വാക്യം പറയുന്നത്,
പിതാവാം ദൈവമാണ് ആത്യന്തികമായി പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തത്. പക്ഷെ മാനുഷിക തലത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്ക് അവരുടെ കുറ്റത്തിന് ന്യായവിധിയുണ്ട്. അതാണ് ലൂക്കോസ് 22:22. ഞാനത് വായിക്കുന്നില്ല. എന്നിട്ട് അപ്പോസ്തല പ്രവൃത്തി 2:24 വരുമ്പോൾ അങ്ങനെ ദൈവത്തിന്റെ പുത്രൻ മരിച്ചു, മനുഷ്യപുത്രൻ മരിച്ചു. മരിച്ചവിടെ ഒതുങ്ങിയില്ല, അവിടുന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ചോദ്യം അടുത്തത്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യാൽ ഏൽപ്പിക്കപ്പെടും. ആരാണ് ഏൽപ്പിച്ചത്? ആത്യന്തികമായി ദൈവമാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കണം, എന്തിനാണ് ഏൽപ്പിച്ചത്? ക്രൂശില്ലാതെ വേറെ ഒരു മാർഗമില്ലേ? കഴിഞ്ഞ ദിവസം ഒരു യൗവനക്കാരൻ എന്നോട് ചോദിച്ചു, എന്തിനാ ഈ ക്രൂശ്? എന്തുവാ വിഷയം? ദൈവത്തിന് നമ്മളോടങ്ങ് ക്ഷമിച്ചാ പോരെ? ഇതിനിടയ്ക്ക് എന്തുവായി? യേശു വരണം, കഷ്ടമനുഭവിക്കണം, ക്രൂശ്. ഞാൻ ഒരിക്കൽ ഇതേ ചോദ്യം കുറെ ഉപദേശിമാരോട് ചോദിച്ചു. ഉച്ച കഴിഞ്ഞിരിക്കുന്ന സമയമാ, ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പകുതി ഉറക്കം കയറാൻ സാധ്യതയുള്ളിടത്ത് ഞാൻ ചോദിച്ചു, ദൈവദാസന്മാരെ, എന്തിനാ ക്രൂശ്? ദൈവത്തിന് നമ്മളോട് ക്ഷമിച്ചാ പോരെ? ഉറക്കമൊക്കെ പോയി. അവർ പെട്ടെന്നെല്ലാം ജാഗ്രത ആയി. അവരിങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഒടുവിൽ ഒരു ഉപദേശി എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു, ശരിയാ പാസ്റ്റർ, എന്തിനാ ക്രൂശം? മനസ്സിലായോ? ഇതാ കണ്ടീഷൻ പലരുടെയും, എല്ലാവരുടെയും ഒന്നും ഞാൻ പറയുന്നില്ല, ഇത് നേരിട്ട് സംഭവിച്ചതാണ്. എന്തിനാണ് പിതാവാം ദൈവം പുത്രനെ മരണത്തിന് ഏൽപ്പിക്കുന്നത്, കഷ്ടാനുഭവങ്ങൾ കേൾപ്പിക്കുന്നത്? ക്രൂശ് മരണം ഏറ്റവും ഹീനമായ മരണമാണ്, അതികഠിന വേദനയാണ്. എന്തിനേൽപ്പിക്കണം? ദൈവത്തിന്റെ സ്നേഹം അതിലാണ് കാണുന്നത്. വിശുദ്ധ തിരുവെഴുത്തിലെ ഗോൾഡൻ വേഴ്സ് നിങ്ങൾക്കറിയാം. യോഹന്നാൻ 3:16, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 9-10 വാക്യം, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. 10-ാം വാക്യം ശ്രദ്ധിക്കണം, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാണ്. സാക്ഷാൽ സ്നേഹം 2025 മോഡൽ വണ്ടി തന്നതല്ല, വസ്തു തന്നതല്ല. ആദ്യത്തെ നിലയിൽ 2-ാം നിലയുടെ ഞങ്ങൾ പിടിച്ചു. ദൈവത്തിന്റെ സ്നേഹമേ, ആത്യന്തിക ദൈവസ്നേഹം അതല്ല. ദൈവത്തിന്റെ പുത്രനെ ലോകത്തിൽ അയച്ചു. എന്തിന്? ലോകം വന്നല്ല ഒന്ന് കണ്ടു കേട്ടിട്ട് അങ്ങ് പോകാൻ അല്ല, പ്രായശ്ചിത്ത മരണം. ഞാനത് പിന്നീട് വിശദീകരിക്കാം. ഇതിനാണ് ദൈവത്തിന്റെ പുത്രനെ അയച്ചത്. മനുഷ്യപുത്രനെ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ കാരണമുണ്ട്. ദൈവത്തിന് ലോകത്തോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും മനോഹരമായൊരു വാക്യം 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഈ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതാണ്, ഞാൻ വായിക്കുന്നില്ല. 5 തവണ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. നിരപ്പിച്ചു, നിരപ്പിന്റെ എന്നൊരു പദപ്രയോഗം. അപ്പൊ 18 മുതൽ 21 വരെയുള്ള വാക്യത്തിന്റെ പ്രധാന വിഷയം അതാണ്, നിരപ്പിക്കുക. എന്തിനാണ് പിതാവാം ദൈവം പുത്രനെ ലോകത്തിൽ അയച്ചത്? മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. എന്തിനാണ് ക്രൂശിലേക്ക് ഏൽപ്പിക്കുന്നത്? ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവവും മനുഷ്യനും തമ്മിൽ അകന്നുപോയി. ഏദൻ തോട്ടത്തിൽ ആദാം പാപം ചെയ്തത് നിമിത്തം
മനുഷ്യരാശിയിലേക്ക് പാപ സ്വഭാവം കടന്നു. ദൈവവും ആദം തമ്മിൽ ഊഷ്മള ബന്ധമുണ്ടായത് വിച്ഛേദിക്കപ്പെട്ടു, അകന്നുപോയി. ഈ അകന്നുപോയ മനുഷ്യനെ തന്നോട് നിരപ്പിക്കാൻ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ദൈവം ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ അയച്ചു. എന്തിന്? പിതാവാം ദൈവത്തോട് മനുഷ്യരെ നിരപ്പിക്കണം, റീകൺസൈൽ ചെയ്യണം. അതെങ്ങനെയാ നടന്നത്? അവിടെയാണ് കാൽവറി ക്രൂശിലെ ആ പ്രധാന ദൂത്. അതിന്റെ 21-ാം വാക്യം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. എല്ലാവരും ശ്രദ്ധിക്കണം, 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തും. പാപം അറിയാത്തതാരാ? യേശു തമ്പുരാൻ. അവിടുത്തെ ഐഹിക ജീവിതം 33.5 തിരുവയസ്സിൽ അവിടുന്ന് ഒരു പാപവും ചെയ്തിട്ടില്ല. പാപം അറിയാത്തവൻ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻഷ്യലി ഇന്നോസെന്റ്. പക്ഷെ ഈ ഭാഗം പറയുന്നു പാപം അറിയാത്തവനെ പാപം ആക്കിയത് ആര്? പിതാവാം ദൈവം. അയ്യോ, ശ്രദ്ധിച്ച് കേൾക്കണം എന്റെ വാക്കുകൾ. പാപിയാക്കിയെന്നല്ല, പാപമാക്കി. എല്ലാവരും സ്നാനപ്പെട്ടൊക്കെ ശരി, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാനുള്ള രക്ഷിക്കപ്പെടണം. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണം. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പിന്നെയും യെശയ്യാ പ്രവചനം 53-ാം അധ്യായം ശരിക്കും കർത്താവ് നമ്മൾക്ക് വേണ്ടി സഹിച്ച കഷ്ടാനുഭവങ്ങളുടെ ഒരു പ്രാവചനിക ചിത്രമാണ് അവിടെ കാണുന്നത്. 53-ന്റെ 6-ാം വാക്യം. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. എന്തിനാണ് മനുഷ്യപുത്രനെ മനുഷ്യരുടെ കയ്യിൽ പിതാവാം ദൈവം ഏൽപ്പിച്ചത്? കാൽവരി ക്രൂശിൽ എന്താണ് നടന്നത്? പിതാവിന്റെ സ്നേഹം എങ്ങനെയാണ് വെളിപ്പെട്ടത്? ശ്രദ്ധിക്കണമേ. സകല മനുഷ്യർക്കും വേണ്ടി ദൈവം ഒരു വഴി തുറന്നു. നമ്മുടെ എല്ലാവരുടെയും പാപം, അകൃത്യം, പാപം ഒരിക്കൽ പോലും ചെയ്യാത്ത യേശുവിന്റെ മേൽ ചുമത്തി എന്ന വാക്കിനെ ഞാൻ വ്യാഖ്യാനിച്ച് പറയാം. നമ്മുടെ ജീവിതം യേശു ജീവിച്ചതായി പിതാവാം ദൈവം കണക്കിട്ടു. പാപിയായ മനുഷ്യനെ തന്നോട് അടുപ്പിക്കണമെങ്കിൽ, നിരപ്പിക്കണമെങ്കിൽ പാപത്തെ നീക്കം ചെയ്യണം. നമ്മെ നമ്മുടെ ദൈവത്തെ തമ്മിൽ അകറ്റുന്നത് പാപമാണ്. പാപത്തെ നീക്കം എങ്ങനെ ചെയ്യാനൊക്കും? പാപം അറിയാത്തവന്റെ മണ്ടയ്ക്ക് ഇത് ചുമത്തി. വിശുദ്ധനായ ദൈവം യേശുവിന്റെ മണ്ടയ്ക്ക് നമ്മൾ ചെയ്ത പാപത്തെ ചുമത്തി. As if Jesus did it. Really he did not do as if. ഇവിടെയാണ് വിഷയം. നമുക്ക് വിരോധമായി പാപികളെന്ന നിലയിൽ ദൈവത്തിന്റെ കോപമായിരുന്നു. ആ കോപത്തെ ദൈവത്തിന്റെ പുത്രന്റെ മേൽ ചൊരിഞ്ഞു. ഇതാണ് ഞാൻ മുമ്പേ വായിച്ചത്. 1 യോഹന്നാന്റെ ലേഖനം 4:10 അവിടുത്തെ മരണം പ്രായച്ചിത്ത മരണം എന്ന് പറഞ്ഞാൽ കോപത്തെ ശമിപ്പിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമ ദൈവം കൊടുക്കുന്നത്. അല്ലേ പറ്റത്തില്ല, ക്രൂശില്ലാതെ പറ്റത്തില്ല. കാരണം ദൈവം നീതിമാനാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. നീതിമാനായ ദൈവത്തിന്റെ തീരുമാനമാണ്. അത് സാരമില്ല, ഉള്ളി നല്ല മനുഷ്യനായിട്ട് തോന്നുന്നു, വിട്ടേര്. അങ്ങനെ വിടുകയാണെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവത്തിന് ഭംഗം വരികയാ. എല്ലാ പാപിയെയും ദൈവം ശിക്ഷിക്കും. അതിന് ദൈവം ചെയ്തത് ദൈവത്തിന്റെ പുത്രന്റെ മേൽ പാപത്തെ ചുമത്തി. നമുക്ക് കിട്ടേണ്ട ശിക്ഷ യേശു കർത്താവിന്റെ മേലിട്ടു. നോക്കിയ ദൈവത്തിന്റെ ജ്ഞാനം. പക്ഷെ ഇത് ലോകത്തിന് വേണ്ടി മുഴുവനാ ചെയ്തത്. ലോകത്തിലുള്ള എല്ലാം രക്ഷപ്പെടുന്നൊന്നുമില്ല.
എന്താ കാര്യം? തന്നിൽ വിശ്വസിക്കുന്നവർക്ക്. വിശ്വാസത്താൽ ആ നീതീകരണം എന്ന് പറഞ്ഞാൽ പിതാവാം ദൈവം കുറ്റവിമുക്തരായി പ്രഖ്യാപിക്കും. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, സ്നാനപ്പെട്ടു എന്നുള്ളത് സത്യമാണ്, കർത്തൃമേശ എടുക്കുന്നു എന്നുള്ളത് സത്യമാണ്. കാൽവറി ക്രൂശിന്റെ ദർശനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭൗതിക കാര്യത്തിന് വേണ്ടിയാണോ യേശുവിന്റെ പുറകെ നടക്കുന്നത്? അതോ പിതാവാം ദൈവത്തിന്റെ കരം നിങ്ങൾ ഇതിന്റെ പിൻപിൽ കണ്ടിട്ടുണ്ടോ? എന്തിനാണ് പിതാവാം ദൈവം പുത്രനെ നമുക്ക് വേണ്ടി തകർത്തത്? നമ്മളെ സ്നേഹിച്ചു. നമുക്ക് സ്വയമായി രക്ഷപ്പെടാൻ കഴിയത്തില്ല. രക്ഷ കർമ്മമാർഗത്തിലൂടെ അല്ല, സൽപ്രവൃത്തിയിലൂടെ അല്ല. നമ്മുടെ സകല സൽപ്രവൃത്തികളും ദൈവസന്നിധിയിൽ കറ പുരണ്ട തുണി പോലെയാണ്. അബ്രഹാം മുതലുള്ള സകല ആളുകളും വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. ഈ ബൈബിളിലുള്ള സകല ആളുകളും വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. എന്ത് വിശ്വസിക്കണം? യേശുവിന്റെ ഐഡന്റിറ്റി, അവിടുന്ന് ദൈവത്താൽ നിയോഗിതനായ അയക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പിന്നെ അവിടുത്തെ വർക്ക് എന്താണ്? 33 തിരുവയസ്സ് പാപം കൂടാതെ ജീവിച്ചു. അതിന്റെ അവസാനം എന്റെ പകരക്കാരനായി എന്റെ പാപത്തെ ചുമന്നുകൊണ്ട് അവിടുന്ന് വില കൊടുത്തു. ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിച്ചു. ഇത് ഗ്രഹിച്ച് ഈ ഹൃദയം തുറന്നു കൊടുത്തിട്ടുണ്ടോ? ഈ ഹൃദയം തുറന്നു കൊടുത്തിട്ടുണ്ടോ? കർത്താവിന് ശിഷ്യന്മാരോട് പറയുന്നത് പോലെ നമ്മളോട് ഇന്ന് രാത്രി പറയാനുള്ളത്, ഇത് ശ്രദ്ധിക്ക. നമ്മുടെ തലമുറകൾ ഇത് ശ്രദ്ധിക്കണം. നാം ഓരോരുത്തരും ഇത് ശ്രദ്ധിക്കണം. നമ്മുടെ കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. ഒത്തിരി സമയം മുന്നോട്ട് പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ വാസ്തവത്തിൽ ഈ മെസ്സേജ് വളരെ കട്ട് ഷോട്ട് ചെയ്യുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് കണ്ണുകൾ നടച്ചി. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ കടന്നു വന്നത് മറ്റൊരു കാര്യം കേൾക്കുവാനായിരിക്കാം. പക്ഷെ ദൈവത്തിന് നിങ്ങളോട് അടിയന്തരമായി പറയാനുള്ള വാക്കിതാണ്. 9-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം, നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുവീൻ. ജഡത്തിൽ വെളിപ്പെട്ട യേശു തമ്പുരാന് പറയാനുള്ളത്, നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുവീൻ. ഏത് വാക്കാണ്? മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു. അവിടുന്ന് ക്രൂശിതനാകാൻ പോകുന്നു. ആരാണ് ഏൽപ്പിച്ചത്? ആത്യന്തികമായി പിതാവാം ദൈവം. എന്തിനാണ് ഏൽപ്പിച്ചത്? എന്റെ പാപത്തെ തന്റെ മേൽ ചുമത്തി എനിക്ക് കിട്ടേണ്ട ശിക്ഷ അവിടുന്ന് ഏറ്റെടുത്തു. അതുകൊണ്ട് പിതാവാം ദൈവത്തിന്, നീതിമാനായ ന്യായാധിപതിക്ക് എന്നോട് വിശ്വസിക്കുന്ന എന്നോട് ക്ഷമിക്കുവാൻ ഇന്ന് രാത്രി കഴിയും. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? യുവതിയെ, യുവാവേ, പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ട്രഷററായിരിക്കാം, സെക്രട്ടറി ആയിരിക്കാം, കമ്മിറ്റി, ഇതൊക്കെ വിട്. ഇതെല്ലാം മാനുഷികമാണ്. നിത്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഇന്ന് രാത്രി ഞാൻ ഈ മൈക്ക് കൈമാറാൻ പോകുകയാണ്. അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, പാസ്റ്ററേ, ആ കാൽവറി ക്രൂശിന്റെ ദർശനം ഞാൻ ശ്രദ്ധിച്ചിന്ന് രാത്രി നോക്കുകയാണ്. ഈ യേശു കർത്താവ് എന്റെ പകരക്കാരനായി, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു. എന്റെ പാപങ്ങളെ ചുമന്നു. എനിക്ക് വിരോധമായുള്ള ദൈവത്തിന്റെ കോപത്തെ അവിടുന്ന് ശമിപ്പിച്ചു. ഞാൻ അത് വിശ്വസിക്കുന്നു എന്ന് പറയാൻ ആരുണ്ട്? അവരുടെ കരം മാത്രം ഒന്ന് കാണട്ടെ. സ്തോത്രം. ആ കരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കരങ്ങളെ താഴ്ത്തിയിടാം. സുവിശേഷത്തിന്റെ 2-ാം ഭാഗം ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. ഒറ്റ വാക്കിൽ പറയാം. വിശ്വസിക്കുന്ന മാത്രയിൽ പാപക്ഷമ, കുറ്റവിമുക്തനായി നമ്മളെ പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല. ശ്രദ്ധിക്കണേ, എൻ്റെ ജീവിതത്തെ സ്പർശിച്ച കാര്യമാണ്. യേശുവിൻ്റെ നീതി എനിക്ക് കണക്കിടുന്നു. 33 തിരുവയസ്സ് ന്യായപ്രമാണം വള്ളി പുള്ളി തെറ്റാതെ ജീവിച്ച യേശുവിൻ്റെ ജീവിതം ഞാൻ ജീവിച്ചതായി പിതാവാം ദൈവം കണക്കിടുന്നു. ഈ വലിയ സുവിശേഷത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്യാമോ? ഏത് മതത്തിന്, ഏത് ഇസങ്ങൾക്ക്, ഏത് ഡിനോമിനേഷൻസ്, ആർക്ക് പറയാനുണ്ട് ഇത്? ദൈവത്തിന്റെ ജ്ഞാനം കണ്ടോ? പാപിയുടെ പാപങ്ങൾ ക്ഷമിച്ച് കുറ്റവിമുക്തനായി ദൈവം പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല, യേശുവിന്റെ നീതിയുള്ള ജീവിതം സൗജന്യമായി എനിക്ക് കണക്കിടുന്നു. അല്ല, ഞാൻ എന്ത് ചെയ്തു? അത് വിശ്വസിച്ചു. കാൽവറിയിലെ കർത്താവിന്റെ യാഗമരണം വിശ്വസിച്ചു. അത് ശ്രദ്ധിക്കുക.
കണ്ണുകൾ അടച്ച് നമുക്ക് അതാത് സ്ഥാനങ്ങളിൽ വേഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ കൊച്ചുമോൻ ബ്രദറെ, നമ്മളെ ഒരു പാട്ടിൽ നയിക്കും. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് അവസരത്തെ ഒരുക്കിയ ബഹുമാന്യ ദൈവദാസനോടും സഭയോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒറ്റയാൾ പോലും രക്ഷിക്കപ്പെടാതെ പോകരുത്. ഗോഡ് ബ്ലസ് യു.